സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധു നായർ ഇവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. പ്രധാന വാർത്ത, പുതിയ സർക്കാർ നിലവിൽ വന്നിരിക്കുന്നു. വളരെ വലിയ ആശാവഹമായിട്ടാണ് ഈ ഭരണകൂടത്തിലെ മാറ്റം ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു 100 ദിവസമെങ്കിലും നയിക്കാതെ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു വാല്യുവേഷൻ ചെയ്യുന്നത് ശരിയല്ല. ഇതിൻ്റെ തുടക്കത്തിലുള്ള ചില്ലറ കാര്യങ്ങളിലുള്ള എൻ്റെ ഒബ്സർവേഷൻസ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഈ സത്യപ്രതിജ്ഞ മുഴുവനും ശ്രദ്ധിച്ച് കേട്ടു. MLA-മാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പലരും മാതൃഭാഷയിൽ തന്നെയാണ്, വളരെ അപൂർവം പേര് ഇംഗ്ലീഷിലാക്കി. പക്ഷേ ഇംഗ്ലീഷിൽ നിന്നുള്ള മലയാളം ട്രാൻസ്ലേഷൻ ഒട്ടും തന്നെ ശരിയല്ല. അതിനകത്ത് പറയുന്നൊരു വാചകം, നിയമപരമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഭരണഘടന. എന്തർത്ഥമാണുള്ളത്? ഭരണഘടന ഉണ്ടാക്കുന്നത് നിയമപരമായി അല്ലാതാവോ? അതുപോലെ തന്നെ ഈ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ, അതായത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളൊരു ധ്വനി. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭദ്രതയും ഭരണഘടനയും ഞാൻ കാര്യമായിട്ട് നടപ്പിലാക്കും. ഈ പറയുന്ന MLA അതിന്റെ പരിമിതികൾ മനസ്സിലാക്കും. പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ള വാചകം മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് എടുത്തത്. അതിന്റെ ഒരു കോപ്പി പോലെയാണ് ഇവിടെ. അപ്പോൾ അത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഭദ്രതയും പരമാധികാരവും, അതായത് രാജ്യത്തിന്റെ പരമാധികാരവും ഒക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു MLA ആയ ഞാൻ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചില്ലറ കാര്യങ്ങൾ അതൊക്കെ തിരുത്തപ്പെടുന്നത് മെയിൻലി ഇതിൽ ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ ടോട്ടൽ മന്ത്രിസഭയുടെ കാര്യം, അത് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ധനകാര്യത്തിലൊരു മന്ത്രി, റവന്യൂവിന് വേറൊരു മന്ത്രി, പൈസ ഉണ്ടാക്കാൻ ഒരു മന്ത്രി, പൈസ ചെലവാക്കാൻ. ഈ ഇടപാട് ഇവിടെ ഒരു കാലത്ത് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. പലയിടത്തും പല സംസ്ഥാനങ്ങളിലും ഈവൻ കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കാലമായിട്ട് അതൊന്നും തീർന്നു കണ്ടില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മന്ത്രിസഭാ വകുപ്പുകൾ പങ്കുവയ്ക്കുന്നതായിരുന്നു ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം. ആക്ച്വലി ഇതിന്റെ ഫുൾ പ്രൊറഗേറ്റീവ് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അദ്ദേഹം ഒരു പരിധിവരെയൊക്കെ അസെപ്റ്റ് ചെയ്തു. പക്ഷേ ബാക്കിയൊക്കെ ഘടകകക്ഷികളുടെ ഇതും പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഉഗ്രൻ പാര. ഞാൻ അവസാനം കേട്ടത് കേന്ദ്രത്തിലെ എന്താ പറയുക, ഭരണകക്ഷിയുടെ പ്രതിപക്ഷത്തിലെ നേതാവ്, അതിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇവിടുത്തെ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു, ഇന്ന വകുപ്പ് ഇന്ന ആളിന് കൊടുക്കണം. മുഖ്യമന്ത്രി പോയി തുറയടാന്നുള്ള അർത്ഥത്തിൽ പ്രതികരിച്ചതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇതിനകത്തോടൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള വൈദഗ്ധ്യം എടുത്തിരിക്കുന്ന മന്ത്രിമാരിൽ പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഒരു സിസ്റ്റം. ഇപ്പം കേന്ദ്ര ഗവൺമെന്റിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു രാജ്യസഭ, ഒരു അപ്പർ ഹൗസ് സിറ്റുവേഷൻ ഉണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇൻക്ലൂഡിങ് കർണാടകയിലും ഉണ്ട്. അവിടെ അവർക്ക് വിദഗ്ധരെ നോമിനേറ്റ് ചെയ്യാം, അതിൽ നിന്ന് മന്ത്രിമാരെ എടുക്കാം. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളതിൽ ഉള്ള കുറെ പേര്, അത് മാത്രമല്ല ഈ ഘടകകക്ഷികളുടെ അനിഷ്ടം അനുസരിച്ച് മന്ത്രിക്ക് ഒരു വകുപ്പ് കൊടുക്കുക. അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വകുപ്പിൽ എന്തെങ്കിലും സ്ഥായിയായിട്ട് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി വിചാരിച്ചാൽ മാത്രമേ ഒക്കൂ. ആ മന്ത്രിക്ക് ആ വിഷയം കാര്യമായിട്ട് ചെയ്യാൻ അറിയാൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ മോസ്റ്റ് ഓഫ് ദി കേസസ് അത് ഉണ്ടാകുന്നില്ല. അപ്പോൾ വരുന്നത് വെച്ചാൽ തൊട്ട് താഴെയിരിക്കുന്ന IAS സെക്രട്ടറിയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം. ഈ ബാബുമാരാണ് ആക്ച്വലി ഒരു തരത്തിൽ ഇന്ത്യയുടെ ശാപം. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച സിവിൽ സർവീസ് അത് അതുപോലെ നമ്മൾ പിന്തുടർന്ന് ഒരു പരിധിവരെ അതില്ലെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഒക്കില്ല എന്നുള്ള. പക്ഷെ അതിനപ്പുറമായിട്ട് ഒരു വിപ്ലവകരമായ ചിന്ത ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെയും ഇതാണ് അവസ്ഥ. അങ്ങനെ അല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തികച്ചും പ്രൊഫഷണലായിട്ടുള്ള മന്ത്രിമാരെ കൊണ്ടുവന്നില്ലേ. CH വിമാനൻ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ IAS സെക്രട്ടറിയുടെ ആവശ്യം പോലും ഉണ്ടായില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കത്തിൽ അതെല്ലാം കൂടെ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞല്ലയോ എന്നുള്ള എൻ്റെ സംശയം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് തൽക്കാലം
എൻ്റെ ഈ വാചകവേള നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.